കൊടുക്കാൻ 6 മാസം എല്ലാ കുട്ടികൾക്കും എന്തായാലും വളരെ സങ്കടകരമായ ഒരു യാത്രയാണ്. അപ്പോൾ ടയർ 4 ഉണ്ടല്ലോ, അങ്ങോട്ട് ഊരിയെടുത്ത് തോളത്ത് വെക്കേണ്ട ഒരു അവസ്ഥ വരുമോ? ഒരു കൃഷിയായിട്ടില്ല, അവിടെ ഇവിടെ കണ്ണടിച്ചു പോകാൻ ഈ വീടിന് തൊട്ട് അല്ലേ എന്റെ വീടിന് മുറ്റത്ത് വന്നാണ്. അന്നെ വീട് അവിടെ മുറ്റത്ത് വന്നാൽ മുറ്റത്തോ കേറാൻ പറ്റത്തില്ല, ചെള്ളാണ്. ഞാൻ കഴിഞ്ഞ പൊടി 200 രൂപ അങ്ങോട്ട് 200 രൂപ ഇങ്ങോട്ട്. ഇനി എന്താ ഉണ്ട് നിങ്ങൾക്ക്? ഒന്നുമില്ല. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ നിൽക്കുന്ന മലക്കയത്ത് ബിമ്മരത്തിന് പോകുന്ന വഴിയുടെ ഫ്രണ്ടിലാണ്. അതായത് ഇവിടെ രസകരമായ ഒരു സംഭവം എന്ന് പറയാം, നമ്മുടെ കേരളക്കരയിലെ അതായത് ഒരു പ്രത്യേക ശാസ്ത്രമാണ് ഇവിടെ പാലത്തിന് അക്കരയിലും പാലത്തിന് ഇക്കരയിലും. പാലത്തിന് അക്കര എന്ന് പറഞ്ഞാൽ അക്കരെ എല്ലാ കാര്യം നടക്കുന്നുണ്ട്, എല്ലാ പരിപാടിയും നല്ല ഗംഭീരമായി നടക്കുന്നുണ്ട്. നാട്ടിലുള്ള ആമ്പിളാരാണ് അവിടെ ഉള്ളത്. പക്ഷെ പാലത്തിന് ഇക്കരെ അതല്ല സ്ഥിതി. നാട്ടിൽ നിന്നല്ല പറയുന്നത്, വളരെ സങ്കടം കൊണ്ട് പറയുന്നതിന് പാലത്തിന് ഇക്കരെ അതിലത്തെ അവസ്ഥ ഇതാണ്. ഇതുപോലത്തെ കട്ടർ റോഡാണ്. അപ്പുറത്തെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ 2 കോടി രൂപ മുടക്കിയല്ലേ പണി തുടങ്ങുന്നത് അല്ലേ? 2 കോടിയല്ലേ? ആണ് 2 കോടി രൂപ മുടക്കി റോഡിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ വണ്ടി നിൽക്കുന്നതുകൊണ്ട് കാണത്തില്ല. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ഇവിടുത്തെ ജനങ്ങളോട് ഈ നീതി ഇല്ലാത്ത പരിപാടി കാണിക്കുന്ന മോശമാണ്. കഴിഞ്ഞ ദിവസം ഇവരിവിടെ ഇന്നല്ലായിരുന്നോ ധർണ? കഴിഞ്ഞ ദിവസം ഇവരിവിടെ ധർണ നടത്തിയത്. അപ്പം നമുക്ക് ഈ റൂട്ട് വഴി ഒന്ന് പോയിട്ട് അവിടുത്തെ ജനങ്ങളെ കൊണ്ട് കണ്ടുകേട്ട് വരാം അല്ലേ? കണ്ട് പാകുമ്പോഴത്തേക്കും കട്ടർ മാറ്റി കൊണ്ടുപോകും കണ്ടില്ലേ? അയ്യോ നടക്കട്ടെ, കണ്ടില്ല. അപ്പോൾ ഈ റൂട്ട് വഴി ഇങ്ങനെ ഈ റോഡ് ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ ദുരിതവും മാറും, യാത്രാക്ലേശവും മാറും. ഈ റോഡ് അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ടാക്സ് കുറച്ച് വണ്ടികൾ ഈ റോഡിൽ കൂടെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ. ഇന്നത്തെ ഇത്രയും പ്രബുദ്ധമായിട്ടുള്ള കേരളത്തിൽ ഇങ്ങനെയും റോഡുകളും ഇങ്ങനെയും സംഭവങ്ങളും ഉണ്ട്. അടച്ചാക്ഷേപിക്കുകയല്ല, ഒന്ന് മനസ്സലിഞ്ഞ് ദേവിയത് എന്തെങ്കിലും ഇത് ചെയ്ത് കൊടുക്കണമെന്ന് ഒന്ന് വിരുദ്ധമായിട്ട് അഭിനയിക്കുക. അതിന് നമുക്ക് അങ്ങോട്ട് പോകാം. ഇനിയുള്ള അങ്ങോട്ടുള്ള യാത്രയാണ്. അത് ഇവിടെ പൊതുധർണ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പൊതുധർണ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. കണ്ട ബിമ്മരം മണക്കയം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി ബിമ്മരം നിവാസികൾ പഞ്ചായത്തിന് മുമ്പാകെ 10 മണിക്ക് പരിപാടിയൊക്കെ നടന്നു. അപ്പോൾ അവരെ എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അങ്ങോട്ട് പോവാണ്. ഓക്കെ, റോഡ് കാണിച്ചുകൊണ്ട് തന്നെ പോയേക്കാം. നടക്കുന്നില്ല, നമ്മൾ വണ്ടി കയറാൻ പോകും അല്ലേ? അല്ല, ഇതാണ് കഴിഞ്ഞ ദിവസം പാലത്തിന്റെ ഇഷ്യൂ വന്നപ്പോൾ വണ്ടികൾ മൊത്തം ഈ റൂട്ടായിരുന്നു വന്നത്. എൻ്റെ പേര് വിജയൻ ചേട്ടാ. ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നു. വർഷം ഇപ്പോൾ പറയുമ്പോൾ 100 വർഷത്തിൽ പഴക്കമുള്ള ഒരു കോളനിയായിരുന്നു. അപ്പോൾ 100 വർഷത്തിൽ പഴക്കമുള്ള ഒരു കോളനിയിൽ ഇന്നേ വരെ വികസനം എത്താത്ത ഒരു ഏക കോളനി എന്ന് പറയുന്നത് ബിമ്മരം കോളനി. പെരുന്നാട് പഞ്ചായത്തിന്റെ 10ാം വാർഡാണ്. ആ 10ാം വാർഡിലെ വികസനം എത്തി നോക്കാത്ത ഏറ്റവും വലിയൊരു കോളനി എന്ന് പറയുന്നത് ഈ ഒരു കോളനിയാണ്. ഈ റോഡിന്റെ പണിയുടെ എന്താണ് ഇപ്പോൾ? റോഡിന്റെ പണികളെ സംബന്ധിച്ച് പറയുമ്പോൾ പഞ്ചായത്തിൽ നിന്നുള്ള